Attention! ബ്രേക്കിന് മുന്നേ നമ്മൾ ഭാഗ്യലക്ഷ്മിയുടെ ഒരു കിടലൻ പെർഫോമൻസ് കണ്ടു. അടുത്തതായി ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് ശരത് ആണ്. ലെജൻഡറി കോമ്പിനേഷൻ റൗണ്ടുമായി എത്തുന്നു ശരത്. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ ശരത്. ശരത്, നല്ല വേഷം. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ശ്രീകുമാരൻ തമ്പി സാറ് എഴുതി ദക്ഷിണാമൂർത്തി സ്വാമികൾ കമ്പോസ് ചെയ്ത മനോഹരി നിൻ. അടിച്ചു പൊളിക്കുക ശരത്. താങ്ക്സ്. ഭാഗ്യന്റെ പെർഫോമൻസ് കണ്ടില്ലേ, നല്ല മാർക്കാണ് സ്കോർ ചെയ്തത്. അതുപോലെ വാങ്ങാൻ ശ്രമിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ. ആരാധകനാണോ ഈ ആരാധകനാണോ. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ. ആരാധകനാണോ ഈ ആരാധകനാണോ. ഹൃദയവതീ നിൻ മധുരവനത്തിലെ മലർവാടുമൊരു വട്ടം തുറക്കുകില്ലേ. അറിയാതെ പൊഴിയുന്ന മധുകണമെങ്കിലും നുകരുവാനനുവാദം തരികയില്ലേ. അധരതലപ്പുടം നീ വിടർത്തിടുമ്പോൾ അധരതലപ്പുടം നീ വിടർത്തിടുമ്പോൾ അതിലൊരു ശലഭമായി ഞാനമരും. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ. ആരാധകനാണോ ഈ ആരാധകനാണോ. പ്രണയമയീ പ്രണയമയീ നിന്റെ കണിമുത്തുവീണയിലെ സ്വരരാഗ കന്യകളെ ഉണർത്തുകില്ലേ. പ്രണയമയീ നിന്റെ കണിമുത്തുവീണയിലെ സ്വരരാഗ കന്യകളെ ഉണർത്തുകില്ലേ. അനുരാഗ മധുമാരി ചൊരിയുമാ സുന്ദരിമാർ അനുഗനാമൻ കരളിൽ പടർന്നിറങ്ങും. ഒരു സ്വപ്നമങ്ങ
വിടർന്നിടുമ്പോ ഒരു സ്വപ്നമങ്ങനെ വിടർന്നിടുമ്പോ ഒരു യുഗജേതാവായി ഞാൻ വളരും മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനായോ ഈ ആരാധകനാണോ. ശരത്, വെരി നൈസ് പെർഫോമൻസ് ശരത്. നല്ല രസമുണ്ടായിരുന്നു കണ്ടിട്ട് കേട്ടിരിക്കാൻ. ഇനി നമുക്ക് കമന്റ്സ് അറിയാം. ബിചേട്ടാ. ശരത് അസലായിട്ട് പാടി കേട്ടോ, താങ്ക്സ് സാർ. തെറ്റൊന്നുമില്ലാതെ പാടി. കാരണം ഈ പാട്ട് ശരിക്ക് ദാസാർ പാടിയിട്ടുള്ള കുറച്ചൊരു കർണാട്ടിക് ബാണിയോട് കൂടിയാണ് പാടിയത്. അത് ശരത്ത് ഭംഗിയായിട്ട് പാടി താങ്ക് യു സാർ. കേട്ടോ. ഒരു പ്ലാൻ മാത്രം ഇടയ്ക്ക് അനുപല്ലവിയിൽ ഒരു ഇംപ്രവൈസ്ഡ് അല്ല, ഞാൻ പറഞ്ഞ റിപ്പീറ്റേഷനിൽ ഒരു പ്ലാൻ വന്ന് മാത്രം എന്തോ ഒരു ചെറിയ ഒന്ന് പാടാവോ, ഓർക്കണ്ടോ? അധരതലപ്പുടം നീ വിടർത്തിടുമ്പോൾ അധരതലപ്പുടം നീ വിടർത്തിടുമ്പോൾ നീ അവിടെ എത്തിയിട്ട് വേണം വിടർത്തിയിടുമ്പോൾ പാടണമെങ്കിൽ കേട്ടോ. അവിടെ അത് കഴിയണം, അപ്പോഴത്തേക്കും ആ പ്ലാൻ മുഴുവൻ കഴിഞ്ഞിട്ട് വേണം വിടർത്തിയിടുമ്പോൾ പാടണമെങ്കിൽ. അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ചെറിയൊരു റൊമാൻറ്റിക് ഫീൽ മുഖത്തും ഒക്കെ ഒന്ന് വരുത്തിയിരുന്നെങ്കിൽ എന്ന് തോന്നി. എന്നാലും പെർഫെക്റ്റ് ആയിരുന്നു മോനെ കേട്ടോ. താങ്ക് യു സാർ. ശരത് ഗംഭീരമായി പാടി. താങ്ക് യു ചേച്ചി. നന്നായിരുന്നു, നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു ശ്രുതിയിലും. കുറച്ചുകൂടിയും ഒരു റൊമാൻറ്റിക് ഫീൽ ആവായിരുന്നു സിംഗിങ്ങിലെന്ന് പറഞ്ഞ മാതിരി എനിക്കും തോന്നി. പക്ഷെ അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്ഷനോട് കൂടി പാടി. നല്ല നല്ല ജ്ഞാനമുള്ള സിംഗറാണ് ശരത് എന്നുള്ളത് പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി വെരി എവിഡന്റ്. ശരത് ലോട്ടറി ടിക്കറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി മലയാളത്തിന്റെ 2 ലെജൻഡ്സ് ദക്ഷിണാമൂർത്തി, ശ്രീകുമാരൻ തമ്പി വർണ്ണിച്ച മനോഹരമായ ഗാനം, ഒപ്പം ദ ഗ്രേറ്റസ്റ്റ് ലെജൻഡ് KJ യേശുദാസ് അദ്ദേഹം പാടിയിരിക്കുന്നു. അസലായിട്ട് പാടി ശരത്. മോന്റെ ഇന്നത്തെ പാട്ട് കേട്ട് തോന്നിയൊരു കാര്യം, ഡെഫിനറ്റ്ലി യു കുഡ് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈ ദ ഫീൽ ഓഫ് ദ സോങ്. അതൊരു നാമത്തെ കാര്യം. അതുകൂടാതെ അനുപല്ലവിയെക്കാളും ചരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോൻ പാടി. അതായത് സാരംഗ രാഗം വരുന്ന പോർഷൻ, 2 രാഗമുണ്ട്, കരഹരപ്രിയ, സാരംഗ പോർഷൻസ് ആയിരുന്നു കുറച്ചുകൂടി നല്ലത്. കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി അനുപല്ലവിയെക്കാളും ചരണം മോൻ എക്സലന്റ് ആയിട്ട് പാടി. ചരണം വന്നപ്പോഴാണ് മോന്റെ സിംഗിങ് ഒന്ന് സ്റ്റേബിൾ ആയത് സത്യം പറയുകയാണെങ്കിൽ. ആൻഡ് ബിചേട്ടൻ പറഞ്ഞ അധരതളപടത്തിന്റെ റിപ്പീറ്റ് വരുന്ന പ്ലാനിൽ ചെറിയൊരു ഫ്ലോ ഉണ്ടായിരുന്നു. അതുപോലെ ആരാധകനാണോ പല്ലവിയുടെയും ലാസ്റ്റ് പല്ലവിയുടെയും എൻഡ് നോട്ടാണ് ഒരു ചെറിയൊരു പിച്ച് ഔട്ട് ടെൻഡൻസി തോന്നിയത്. ബാക്കി എല്ലാം കൊണ്ടും തന്നെ നല്ല ഒരു സ്വീറ്റ് ആൻഡ് വെരി അപ്രീഷിയബിൾ പെർഫോമൻസ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ശരത്, മാർക്സ് അറിയാം അല്ലേ ഇനി? ഓക്കെ. ബിചേട്ടാ ഓൺ 30. ലോട്ടറി ടിക്കറ്റിലെ വേറെ പാട്ടുകൾ കേട്ടിട്ടുണ്ടോ? വേറെ ഉഗ്രൻ ഹിറ്റുകൾ 2 ഉണ്ട്. കുംഭമാസ നിലാവ് പോലെ, കുംഭമാസ നിലാവു പോലെ കുമാരിമാരുടെ ഹൃദയം. അത് പിന്നെ അതുപോലെ അടൂർ ഭാസി പാടിയുണ്ട്. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. അങ്ങനെ സൂപ്പർ ഹിറ്റ് പാട്ടുകളുള്ള ഒരു സിനിമയാണ് ലോട്ടറി ടിക്കറ്റ്. മോന്റെ മാർക്ക് 28.25. 28.25. ഗായത്രി ചേച്ചി ഓൺ 30. 28 on 30. Anubeta 27.75 out of 30. 27.75 on 30. Sharath, any overall performance അറിയാം അല്ലേ? ബിചേട്ടാ ശരത്ത് എക്സ്പ്രഷനിൽ ഞാൻ കുറച്ച് കുറയ്ക്കാണ്. 2.25 കേട്ടോ. 2.25 on 3. ഗായത്രി ചേച്ചി 2.5. താങ്ക് യു ചേച്ചി. അനുപേട്ടാ മോനെ സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് എന്നത്തെയും പോലെ ഇന്നും വളരെ നന്നായിരുന്നു. 3.75 out of 4. താങ്ക് യു സാർ. Thank you, Anubeta. Sharath, your total score is 92.5 on 100. Sharath, നല്ല സ്കോറാണ്. ശരത് ഡ്യുവറ്റ് സോങ് റൗണ്ടിൽ കുറച്ച് കുറവായിരുന്നു അല്ലേ? ഓക്കെ, അത് ഇതിൽ മേക്കപ്പ് ചെയ്തു. ഇനി അടുത്ത 2 റൗണ്ട് കൂടെ ഉണ്ടല്ലേ?
അതിൽ ഇതിലും നല്ല മാർക്ക് സ്കോർ ചെയ്യണം. Yes. ഓൾ ദി ബെസ്റ്റ് ശരത്. താങ്ക്സ്. താങ്ക് യു. ഒരു വിബ്രാറ്റോ കൊടുത്തിട്ടുണ്ടല്ലോ അവിടുത്തെ മെഹർബാ. ആ വിബ്രാറ്റോ ഒരു സ്ഥലത്തും വന്നില്ല. ശ്രുതിയിൽ ഒരു കൺസിസ്റ്റൻസി കുറവുണ്ടായിരുന്നു. ലാസ്റ്റ് പല്ലവി ആയപ്പോഴൊക്കെയാണ് മോൾ ഒന്നുകൂടി കംപ്ലീറ്റ് ജെല്ലായത് ഈ പാട്ടില്. Jai Hind TV, for the family, for the nation.